കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ അല്ലെങ്കിൽ വന്ധ്യത അനുഭവിക്കുന്ന സ്ത്രീകളിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയിലുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തേത്, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ബ്രൈറ്റ് സ്ക്രീനുകളൊക്കെ ഉപയോഗിക്കുക. അതായത് ഫോണ്, ലാപ്ടോപ്പ്, TV പോലുള്ള ഡിവൈസുകളൊക്കെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപ് തന്നെ മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഉറക്കത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും അതിന്റെ ഫലമായിട്ട് ഹോർമോണിൽ വലിയ വേരിയേഷൻസ് വരികയും ഇത് നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അണ്ടോൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 2, ശരിയായൊരു സമയത്ത് ശരിയായ അളവിൽ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണം എന്ന് നമുക്കറിയാം. പക്ഷേ അതൊരു 10 മണിക്ക് ഉറങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഉറക്കം ഭയങ്കര ഗാഢമായിട്ടുള്ള ഒരു വിശ്രമം നമുക്ക് തരികയും അതിന്റെ ഫലമായിട്ട് FSH, LH പോലുള്ള ഹോർമോണിന്റെ അളവിനെ നിയന്ത്രിക്കാൻ കഴിയുകയും ഇതിന്റെ ഒക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അണ്ടത്തെ ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. 3, ലഘുവായിട്ടുള്ള രാത്രി ഭക്ഷണവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രഭാത ഭക്ഷണവും. നമ്മൾ അത്താഴം നേരത്തെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ രാവിലെ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പ്രാതൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതും നമ്മുടെ ഹോർമോണിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും.